കോട്ടയം അയർകുന്നത്ത് മക്കളോടൊപ്പം അഭിഭാഷക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃവീട്ടുകാർക്കെതിരെ ആരോപണങ്ങൾ തുടർന്ന് ജിസ്മോളുടെ കുടുംബം. ആത്മഹത്യയ്ക്ക് കാരണം ഭർതൃവീട്ടുകാരുടെ മാനസിക ശാരീരിക പീഡനങ്ങളാണെന്ന് കുടുംബം പോലീസിന് മൊഴി നൽകി. മക്കളെ കൂട്ടി അഭിഭാഷകയായ ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർതൃവീട്ടുകാരുടെ മാനസിക ശാരീരിക പീഡനങ്ങളാണെന്ന് ജിസ്മോളുടെ കുടുംബം ആവർത്തിക്കുന്നു. ജിസ്മോളുടെ പിതാവും സഹോദരനും സഹോദരിയും ഏറ്റുമാനൂർ പോലീസിൽ ഇതു സംബന്ധിച്ച മൊഴി നൽകി. നിറത്തിന്റെ പേരിലും സമ്പത്തിന്റെ പേരിലും ഭർതൃമാതാവ് ജിസ്മോളെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് സഹോദരൻ ജിറ്റു പറയുന്നു. ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു. ഞങ്ങളുടെ ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് കുറേ നേരം ആക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ. പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു. ജിസ്മോളിൽ നിന്നും അറിയാൻ സാധിച്ച വിവരങ്ങൾ കുടുംബം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ജിസ്മോളും മക്കളും മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും സാധിച്ചില്ലെന്നും ഫോൺ ഭർത്താവ് ജിമ്മി വാങ്ങിവെച്ചിരുന്നതായി സംശയമുണ്ടെന്നും കുടുംബം പോലീസിനെ അറിയിച്ചു. ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം നാളെ നടക്കും. പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ആദ്യം ഏറ്റുമാനൂരിലെ ഭർതൃവീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് പാലാ മുത്തോലിയിലെ ജിസ്മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പാലായിലാണ് സംസ്കാര ചടങ്ങുകൾ. ന്യൂസ് മലയാളം, കോട്ടയം.